ഹലോ ഗൈസ്, എന്തൊക്കെ സുഖല്ലേ? പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അതായത് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തോ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കാണാൻ ശ്രമിക്കണം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അങ്ങനെ പോയൊരു സ്ഥലമാണ് നമ്മുടെ വയനാട്. എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് വയനാട് തോന്നി. കാരണം അവിടുത്തെ ഭംഗിയും പച്ചപ്പൊക്കെ വേറൊരു ലെവലാണ്. നമ്മളിതിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ആകർഷിക്കും. നമ്മൾ ഇതേപോലെ നമ്മുടെ നാട് നിലനിർത്താനൊക്കെ നമ്മൾ ശ്രമിക്കും. വല്ലപ്പോഴൊക്കെ ഒരു പ്രകൃതി കാണാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ മെട്രോ സിറ്റീസ് കാണാൻ പോകുന്നത് പോലെയല്ല നമ്മുടെ ഭംഗിയുള്ള കാടുകളും മലകളും കാണാൻ പോകുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗി എന്നും നിലനിൽക്കണം എന്ന് നമ്മുടെ മനസ്സിന് തോന്നും. നമ്മൾ അതിനു വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിലൂടെയാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ പ്രകൃതി നിലനിൽക്കാൻ ശ്രമിക്കും. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സമയം മാത്രമല്ല, നമ്മളല്ലാത്തപ്പോഴും നമുക്ക് ഈ പ്രകൃതിയോടുള്ള അടുപ്പം നമ്മുടെ മനസ്സിൽ വന്നു ചേരും. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ സ്ഥലമാണ് വയനാട്. മലകളും കാടുകളും വെള്ളച്ചാട്ടവും കൊണ്ട് ഈ സ്ഥലം സഞ്ചാരികളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിരുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ നല്ലൊരു ആവേശം മനസ്സിലുണ്ടായിരുന്നു. കാരണം വയനാട് കാണാൻ പോകുക എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ. റോഡിലൂടെ പോകുമ്പോൾ ചുറ്റും പച്ചപ്പും മലനിരയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ നിർത്തി ആസ്വദിച്ചും ഫോട്ടോ എടുത്തും വീഡിയോസ് പകർത്തിയിട്ടൊക്കെയാണ് പോയത്. റോഡിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു സുന്ദരമായ ഹെയർപിൻ വളവുകളും അതിലൂടെയുള്ള പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് കൂടുതൽ കുളിർമ ഉണ്ടാവും. വഴിയിലൂടെ പോകുമ്പോൾ ചെറിയ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. അവിടുത്തെ ആൾക്കാർ സാധാരണ ജനജീവിതം കാണാൻ പറ്റും. അതേപോലുള്ള ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും. ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വയനാടിൻ്റെ എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ കൂടുതൽ സന്തോഷത്തിലായി. കാരണം നമുക്ക് ഇനി വയനാടിൻ്റെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പം മലപ്രദേശങ്ങളിലെത്തി. അവിടുത്തെ തണുത്ത കാറ്റും ഒക്കെ നമ്മളെ മനസ്സിന് കൂടുതൽ തണുപ്പ് നൽകി. വയനാട്ടിലെ വഴികൾ വളവുകൾ കാഴ്ചകൾ നിറഞ്ഞതാണ്. ഓരോ വളവും തിരിയുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. വഴിയിൽ ചെറിയൊരു ഇടവേള എടുത്ത് ചായ കുടിച്ചു. ആ ചായ കുടിച്ചാൽ കട്ടൻ ചായ കുടിച്ച് തണുപ്പൊക്കെ അടിച്ചിട്ടാണ് പോയത്. പിന്നെ യാത്ര തുടർന്നു. യാത്ര അങ്ങനെ പോയി ഒരുപാട് നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ചുറ്റും മലകളും പച്ചപ്പും നിറഞ്ഞ ആ സ്ഥലം ശരിക്കും സ്വർഗം പോലെ തന്നെ നമുക്കൊരു അനുഭവം ഉണ്ടായി. നമുക്ക് സ്വർഗത്ത് പോയ പോലെ ഒരു ഫീൽ. നല്ല തണുപ്പ്. നമ്മൾ എത്ര ചൂടത്തു നിന്നാണ് ഈ പോണത് എന്ന് ഓർക്കണം. അവിടെ എത്തുമ്പോൾ നമുക്ക് തണുപ്പ് കിട്ടുന്നുണ്ട്. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കാരണം നമ്മൾ ആ ചൂടൊന്നും നമ്മൾ നാട്ടിലത്തെ ചൂടൊന്നും അവിടെ ഇല്ല, തണുപ്പാണ്. യാത്രയ്ക്ക് പുറമെ ഞങ്ങളൊരു സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോ ട്രിപ്പ്, ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല പോവുക. പെട്ടെന്നായിരിക്കും പോവുക. എവിടെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം നോക്കുമ്പോൾ അവിടെ പെട്ടെന്ന് പോവും. ഈ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വീഡിയോസ് എടുത്താൽ ചിലപ്പോൾ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ കറങ്ങിയതിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി പറ്റും. പിന്നെ ഈ എഡിറ്റിങ്ങും അല്ലെങ്കിൽ വീഡിയോ ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നിയിട്ടാണ് ഇത് പിന്നീട് ഇങ്ങനെ നീണ്ടു പോയത്. പക്ഷേ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകും ഇത് സൂക്ഷിച്ച് വെക്കണം, ഇത് ഇന്നല്ലെങ്കിൽ നാളെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ സമയത്തിരിക്കാണ്ടൊന്നും നടക്കലില്ല. ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ട് നടക്കലില്ല. പക്ഷേ എപ്പോഴും ഒരു യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു ഈ പഴയ കാര്യങ്ങളിലൊക്കെ ഇനി പുതിയ തലമുറക്ക് കൈമാറ്റം ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് വെക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിലും, ഒരു റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിലും അതിനുള്ള സമയങ്ങൾ കിട്ടാറില്ല. ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ആയതിനു ശേഷം ഫോണും മെമ്മറി സ്റ്റോറേജൊക്കെ ഫുള്ളായതിനു ശേഷം വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഓർമ്മ വരുന്നത്, ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചൂടെ എന്നുള്ളത്. ഈ വീഡിയോസിൻ്റെയൊക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പുതിയ തലമുറക്ക് പകർന്നു നൽകുന്ന ഒരു റെക്കോർഡിങ്സ് കൂടിയാണ്. അവർക്ക് ഇനി നാളെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നെന്ന് നോക്കുമ്പോൾ, ഇനി യൂട്യൂബൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ പുതിയ പുതിയ ആപ്പുകളും പുതിയ പുതിയ ടെക്നോളജീസൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഇനി യൂട്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്ത് നോക്കി അവർക്ക് കാണാൻ കഴിയണം വയനാട് ഇങ്ങനെയായിരുന്നു, കേരളം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ പഴശ്ശിരാജ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ വയനാടിൻ്റെ പശ്ചാത്തലവും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് കേരളം എന്ന് നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ 2025, 26 ഈ കാലഘട്ടമൊക്കെ ഇങ്ങനെയായിരുന്നു എന്നവർക്ക് പകർത്ത് നൽകാൻ കൂടിയാണ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള റെക്കോർഡിങ്സൊക്കെ എടുത്തു വെക്കുന്നത്. ഇതൊക്കെ ഇനി എത്ര നാൾ നിലനിൽക്കും, എത്ര നാളുണ്ടാകും എന്നൊന്നും അറിയില്ല. ഉള്ളിടത്തോളം കാലം ഇത് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങളുടെ അല്ലെങ്കിൽ പുതുതലമുറ ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഇനി വരുന്ന തലമുറകളിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, പുതുതലമുറക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് സമയം ചെലവഴിക്കാനും ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതാണ്. യാത്രകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനും പുറമെ മനസ്സിൻ്റെ ഒരു ശാന്തി നൽകുന്നതുമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എത്തുമ്പോൾ നഗരജീവിതത്തിൻ്റെ തിരക്കുകൾ എല്ലാം മറന്നുപോകും. വയനാട്ടിലെ പ്രകൃതി സൗന്ദര്യം ശരിക്കും അതുല്യമാണ്. ഒരിക്കൽ എങ്കിലും ഇവിടെ എത്തണം, അല്ലെങ്കിൽ അവിടെ പോയി കാണാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇവിടെ എത്തുന്ന ചില മനോഹര കാഴ്ചകൾ ഞാൻ ക്യാമറയിൽ പകർത്തിയതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സമർപ്പിക്കുന്നത്.
പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ച് യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളോട് കുറേ നേരം അവിടെ ഇരുന്നു. യാത്ര തിരിച്ചു ഞങ്ങൾ വയനാട് വഴി കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചത് നിലമ്പൂർ വഴിയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. വീഡിയോസോ വ്ളോഗിങ്ങൊന്നും വലിയ പരിചയമുള്ള സംഭവമൊന്നും അല്ലെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് നമുക്കൊരു റെക്കോർഡായിട്ട് സൂക്ഷിച്ച് വെക്കാൻ കഴിയുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ പോയ സ്ഥലങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒരു 10-100 ആളുകളെ കാണുന്നതെങ്കിലും അവരുടെ മുന്നിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള വലിയ സന്തോഷമുണ്ട്. പിന്നെ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും നമ്മൾ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു ചാനലിന് പുറകിൽ വേറെ കുറേ നല്ല ഉദ്ദേശങ്ങളുണ്ട്. അത് എന്നെക്കൊണ്ട് കഴിയും എന്നൊരു കോൺഫിഡൻസ് ഇത്രയും നാളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് കുറച്ച് സൊസൈറ്റിക്ക് ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ റിവീൽ ചെയ്യും. ഇതിൻ്റെ ആളുകളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ യാത്രകൾ കാണാനും ഇഷ്ടപ്പെടാനും യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എവിടെ പോകാനാണ്, ഇനി ഏത് സ്ഥലം കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ചാനലിനെ കുറിച്ചോ വീഡിയോനെ കുറിച്ചോ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റുകൾ പരിഗണിക്കും, കമൻറ്റുകൾ വായിക്കും. അതേപോലെ കൂടുതൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. വയനാട് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 7 മിനിറ്റിൽ കാണിക്കാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നില്ല. അത് വളരെ ആസ്വദിച്ച് ഞങ്ങൾ ചെയ്ത ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങൾ പിടിച്ചു വെച്ച കുറച്ച് വിഷ്വൽസ് മാത്രമേ നിങ്ങളെ മുന്നിൽ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യണം. അത് മനസ്സിനും ശരീരത്തിനും വളരെ നല്ലതാണ്. ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ ഞാൻ ശ്രമിച്ചു. നിങ്ങളും അത് ആസ്വദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഭാവിയിൽ നിലനിൽക്കൂ. കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ച് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. തിരിച്ചു പോകുന്ന വഴിയിൽ നിരവധി മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ ഈ ചെറിയ യാത്ര എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടു. നമ്മൾ നിലമ്പൂർ വഴിയാണ് തിരിച്ചിറങ്ങിയത്. അവിടെയും ഒരുപാട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മൾ ഇനിയും കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. വീഡിയോസ് ഒന്നുകൂടി മെച്ചപ്പെടുത്തും. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.